സുഹൃത്തുക്കളെ, നല്ല നല്ല ആളുകൾ അവർ നല്ല നല്ല അവസരം ധാരാളം ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് ബറാഅത്തിന്റെ രാവ്. ഈമാനുള്ള ജനങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തും. ആ ബറാഅത്തിന്റെ രാവ് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ആ ബറാഅത്തിന്റെ രാവിൽ നിങ്ങൾ ധാരാളം സുന്നത്ത് നിസ്കരിക്കൂ. ഉറങ്ങിയിട്ട് സമയം നഷ്ടപ്പെടുത്തരുത്, ഉറങ്ങിയിട്ട് സമയം കൊന്നുകളയരുത്. ആ നാളത്തെ രാത്രിയിൽ നിങ്ങൾ കഴിവിന്റെ പരമാവധി സുന്നത്ത് നിസ്കരിക്കൂ. അതിനൊരു എണ്ണം നിശ്ചയിക്കണ്ട. ഇത്ര തന്നെ സുന്നത്ത് നിസ്കാരമുണ്ട് അങ്ങനൊന്നും പറയണ്ട. എത്രയും രാത്രി സുന്നത്ത് നിസ്കരിക്കാം. അതിനൊരു കണക്കില്ല, ഒരു കയ്യും കണക്കുമില്ല, ഒരു പരിധിയുമില്ല. അത്ര കണ്ട് ധാരാളം സുന്നത്ത് നിസ്കരിക്കൂ. ഇനി ബറാഅത്തിന്റെ രാവിനെ ഹയാത്താക്കേണ്ടത് എങ്ങനെയാണ്? വബിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യലുകൊണ്ടാണ്. ഖുർആൻ നാളത്തെ രാത്രിയിൽ ധാരാളം ഓതണം. ഇനി എങ്ങനെയാണ് ബറാഅത്തിന്റെ രാവിനെ ജീവസുറ്റതാക്കേണ്ടത്? വബിദിക്രില്ലാഹി തആല, പടച്ച റബ്ബിന്റെ ദിക്റ് ചൊല്ലലുകൊണ്ടാണ്. വദ്ദുആഇ, ആ റബ്ബിനോട് നന്നായി ദുആ ചെയ്യലുകൊണ്ടാണ്. വത്തസ്ബീഹി, നാളത്തെ രാത്രിയിൽ കുറെ അങ്ങ് തസ്ബീഹ് ചൊല്ലലുകൊണ്ടാണ്. വസ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅതൻ വഫുറാദാ, ഒറ്റക്കിരുന്നിട്ടും കുറെ അങ്ങ് നാളത്തെ രാത്രിയിൽ സ്വലാത്ത് ചൊല്ലണോ, കൂട്ടമായിട്ടും കുറെ അങ്ങ് സ്വലാത്ത് ചൊല്ലണോ. ഇനി വേണമെങ്കിൽ വബിഖിറാഅത്തിൽ അഹാദീഥി വസമാഇഹാ, എല്ലാവരും ഇരുന്നുകൊണ്ട് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഓതിക്കൊടുക്കുകയും അത് ഓതിക്കൊടുക്കുന്നത് കേൾക്കുകയും ഇൽമ പറഞ്ഞു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുന്ന ഇൽമ കേൾക്കുകയും ഇതെല്ലാം ചെയ്യലുകൊണ്ട് ഇങ്ങനെ വഗൈരി ദാലിക മിനൽ ഇബാദാത്ത്, ഇതുപോലെ മറ്റു എത്ര ഇബാദത്തുകളുണ്ടോ അതെല്ലാം നാളത്തെ രാത്രിയിലങ്ങ് ധാരാളം വർദ്ധിപ്പിച്ച് നാളത്തെ ബറാഅത്തിന്റെ രാവ് ജീവസുറ്റതാക്കാൻ ശ്രമിക്കണേ. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, മഹാന്മാരായ അഇമ്മത്ത് പറയാണ്, ഓ സുഹൃത്തുക്കളെ, ആ നല്ല ബറക്കത്തുള്ള രാവ്, എന്തിനാണ് നല്ല നല്ല രാവുകളുള്ളത്? അത് എന്റെ ആഖിറം രക്ഷപ്പെടുത്താനാണ്, അതുപോലെ നിങ്ങളുടെ ആഖിറം രക്ഷപ്പെടുത്താനാണ്. എന്നിട്ടതാ നാളത്തെ രാവിലെ ഒരു ദുആ ചെയ്യണോ. എന്തിനാണ് ദുആ ചെയ്യേണ്ടത്? തീരുമാനിക്കപ്പെടുന്ന രാവാണല്ലോ. അതുകൊണ്ടാണ് മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു, ഓ മിസ്കാത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ മിർഖാത്തുൽ മഫാത്തിഹിൽ മഹാനവരുകൾ പറഞ്ഞില്ലേ, മുൻഗാമികളായ മഹാന്മാർ അവരെപ്പോഴും ദുആ ചെയ്തിരുന്നൊരു ദുആയുണ്ട്. ആ എപ്പോഴും ദുആ ചെയ്തിരുന്നത് നമുക്കൊന്ന് ബറാഅത്തിന്റെ രാവിൽ ദുആ ചെയ്തുകൂടെ? എന്താണ് ബറാഅത്തിന്റെ രാവിൽ നമ്മൾ ദുആക്കാൻ ശ്രദ്ധിക്കേണ്ടത്? ഓ സുഹൃത്തുക്കളെ, വിജയിച്ചവൻ ആരാണ്? ഒരാളെ കുറിച്ച് എപ്പോഴാണ് വിജയിച്ചവനെന്ന് പറയുന്നത്? ആഖിറം രക്ഷപ്പെട്ടവൻ, അവസാനം മരിക്കുമ്പോൾ നല്ല ഈമാൻ കിട്ടി മരിക്കുന്നവൻ, അപ്പോഴല്ലേ വിജയിച്ചവനെന്ന് തീരുമാനിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ദുആ ചെയ്യണം. എന്താണ് ദുആ ചെയ്യേണ്ടത്? ഈ കൂട്ടത്തിൽ ആരാണ് പടച്ച റബ്ബിന്റെ കോടതിയിൽ പരാജയപ്പെടുന്നവൻ? ആരാണ് റബ്ബിന്റെ കോടതിയിൽ വിജയിക്കുന്നവൻ? ഒരാൾക്കും പറയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ബറാഅത്തിന്റെ രാവിലെ ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? അല്ലാഹുമ്മ ഇൻ കുൻത കതബ്തനാ അഷ്ഖിയാ, അല്ലാഹുവേ ഞങ്ങളെ നീ ദുഷ്ടന്മാരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, പരാജിതരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഹുഹു, ആ ലിസ്റ്റിൽ നീ ഞങ്ങളെ പേരൊന്നും മായ്ച്ചു കളയണേ അല്ലാ.
വക്തുബ്നാ ശുഅദാ, ഞങ്ങളെ നീയൊന്ന് വിജയികളിൽ എഴുതി വെക്കണേ അല്ലാ. വഇൻ കുന്ത കതബ്തനാ ശുഅദാ, റബ്ബേ നീ എങ്കാലും ഞങ്ങളെ വിജയികളെ കൂട്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ നിന്നോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഫഅസ്ബിത്നാ, ഞങ്ങളെ നീ അതിൽ തന്നെ ഉറപ്പിച്ച് നിർത്തേണമേ അല്ലാ. ആ വിജയികളെ കൂട്ടത്തിലും ഞങ്ങളെ നീ എഴുതി വെച്ചതിന് നീ ഒരിക്കലും മായ്ച്ചു കളയല്ലേ അല്ലാ. എന്തിനാണത് റബ്ബിനോട് അങ്ങനെ പറയുന്നത്? ഫഇന്നക തംഹു മാ തശാഉ വതുസ്ബിതു വഇൻദക ഉമ്മുൽ കിതാബ്. നീ ഉദ്ദേശിച്ചതിനെ മായ്ക്കാൻ കഴിവുള്ളവനാണ് നീ റബ്ബേ. നീ എങ്ങനെ മായ്ച്ചാൽ നിന്നോട് ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല. അതുപോലെ നീ ഒരിടത്ത് പേര് എഴുതി വെച്ചാൽ അതിനെ മായ്ക്കാതെ അവിടെ തന്നെ സ്ഥിരപ്പെടുത്താൻ കഴിവുള്ളവനാണ് അല്ലാഹ്. അങ്ങനെ നീ സ്ഥിരപ്പെടുത്തിയാലോ നിന്നെ ചോദ്യം ചെയ്യാൻ ഒരാളെയും കിട്ടൂല. ഈ ദുആ മുൻഗാമികളായ മഹാന്മാരെ എന്നും ദുആ ചെയ്തിരുന്ന ദുആയാണ്. ചോദിക്കട്ടെ ഈമാനുള്ള സത്യവിശ്വാസികളെ, നമുക്കൊന്ന് നാളത്തെ രാത്രിയിൽ പടച്ചറപ്പിനോട് കണ്ണുനീരിറ്റിച്ച് നമുക്കൊന്ന് ദുആ ചെയ്തുകൂടെ?